ഇവിടെ പറഞ്ഞ സുഹബത്തുൽ ഖിയാർ എന്താണ്? അത് നല്ലവരായ ആളുകളുടെ കൂടെ ഒരു മൃഗം കൂടിയപ്പോൾ പോലും ആ മൃഗത്തിനും അവരുടേതായൊരു ബറക്കത്ത്, അത് അവർക്ക് അല്ലാഹു നൽകിയൊരു പ്രത്യേകമായ ആ പ്രത്യേകതകളൊക്കെ പല ആനുകൂല്യങ്ങളും ഇതിനും കിട്ടിയത്. അതിൻ്റെ വെളിച്ചത്തിലാണ് മുഫസ്സിരീങ്ങൾ എന്ത് പറഞ്ഞത്? സുഹബത്തുൽ ഖിയാർ, നല്ലവരുമായിട്ടുള്ള സഹവാസം നമുക്ക് ഗുണം ചെയ്യും. പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പലതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അൽ കഹ്ഫിലെ നായൻ്റെ പേര്? ചില ആൾക്കാർ പറഞ്ഞു ഖിത്മീർ എന്നായിരുന്നു പേര്. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ, എന്നൊക്കെ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വാതിലുമ്മലൊക്കെ ഒരു കടലാസ് എഴുതി ഒട്ടിക്കും. ഒരു റൗണ്ടിൽ ഖിത്മീർ എന്നുണ്ടാകും, അതിൻ്റെ ചുറ്റും ഒരു 7 ആളെ പേരും ഉണ്ടാവും. അപ്പോൾ ഇത് അൽ കഹ്ഫിൻ്റെ നായി 7 ആൾക്കാരെ അതിൻ്റെ അപ്പുറത്തുള്ളവരും വാതിലും ഒട്ടിച്ചാൽ പിന്നെ കള്ളൻ്റെ ശല്യം ഉണ്ടാവില്ല, തീപിടുത്തം ഉണ്ടാവില്ല എന്നൊക്കെയായിരുന്നു വിശ്വാസം. ഇന്നുണ്ട് അങ്ങനെ. അൽ കഹ്ഫിൽ ഔലിയാക്കന്മാരെ പേരും നായൻ്റെ പേരും ഒക്കെ എഴുതി ഒട്ടിക്കുക, എന്നാൽ പിന്നെ കള്ളം കയറൂല. ബദരീങ്ങളെ പേര് വെക്കുന്നിടത്ത് പോലെ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പല വിശ്വാസക്കാരുണ്ട്. എല്ലാം ബാത്തിലാണ്, എന്നും അടിസ്ഥാനമല്ല. അള്ളാന്റെ പേര് എഴുതി വെക്കുന്നിടത്ത് വരെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് ആളുകൾ. എന്തായിരുന്നു ഈ നായയുടെ പേര്? അങ്ങനെ കുറേ ആൾക്കാർ ചർച്ച. എൻ്റെ നിറം എന്തായിരുന്നു? കറുപ്പായിരുന്നോ, ചുവപ്പായിരുന്നോ, തവിട്ട് നിറയായിരുന്നോ, എളുപ്പമായിരുന്നോ എന്നൊക്കെ കുറേ ചർച്ച. അതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം, പിന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും അതുപോലെ തന്നെ പല മുഫസ്സിരീങ്ങളും പറയുന്നുണ്ട്, അനാവശ്യമായ കാര്യങ്ങൾ ചോദിച്ച് നടക്കൽ കുറേ ആൾക്കാർക്കൊരു ഹരാണ്. ആ പരിപാടിക്ക് നിൽക്കരുത് എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. എന്ത്? വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അങ്ങനെ പല ആൾക്കാരും ആവശ്യമില്ലാത്ത പലതും ഈ വിഷയത്തിലൊക്കെ ചർച്ച ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയണത്, കലൗനി കൽബി അസ്ഹാബിൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായയുടെ നിറം എന്തായിരുന്നു, അതിൻ്റെ പേരെന്തായിരുന്നു? അതേപോലെ തന്നെ പിന്നെ ഖിദർ നബി കൊന്ന കുട്ടിയുടെ പേരെന്തായിരുന്നു? മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് അന്നൊരു ഖിദർ നബിയുടെ ഒരു കുട്ടിനെ കൊന്നല്ലോ. അതേപോലെ തന്നെ ഒരു കപ്പൽ കേടുവരുത്തിയതൊക്കെ ഇതിൽ വരുന്നുണ്ടല്ലോ. ആ കപ്പൽ ഏത് മരം കൊണ്ടുണ്ടാക്കിയതായിരുന്നു? അതുപോലെ തന്നെ എത്രയായിരുന്നു ആ കപ്പലിൻ്റെ നീളം, അതിൻ്റെ വീതി എത്രയായിരുന്നു, അതിന് എത്ര ഫ്ലോർ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഒരാവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തുന്ന കുറേ മനുഷ്യന്മാർ ലോകത്തുണ്ട്. അതുകൊണ്ട് അമ്മാരി ചർച്ചക്ക് എന്നെ കിട്ടൂല. ഞാൻ എൻ്റെ കിതാബിൽ ആ വക പരിപാടി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ചർച്ച ചെയ്യണേ ഇല്ല. അദ്ദേഹം പറയണം, നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഫായിദയുള്ളതിൽ ഉപയോഗപ്പെടുത്തുക. ഒരു കാര്യം അറിഞ്ഞിട്ടൊരു ഒരു ഫായിദ ഇല്ലെങ്കിൽ അത് നമ്മൾ അറിയാൻ പോണ്ടാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത്, ഇങ്ങനെ കുറേ ചർച്ച ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഞാൻ അതിന് സന്നദ്ധനല്ല എന്ന് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വളരെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികമായ അവസ്ഥ വളരെ ക്ലിയറായിട്ട് പറയണം. നമ്മളൊക്കെ ചിന്തിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ പേരെന്തായിരുന്നു, അതിൻ്റെ പിന്നാലെ കൂടണ്ട എന്നർത്ഥം. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട് ഈ നായനെ കുറിച്ച് പറയുമ്പോൾ. അപ്പം നായനിപ്പോൾ ഇങ്ങനെ കാര്യമായിട്ടൊക്കെ എടുത്തു പറഞ്ഞല്ലോ. അപ്പം നായന് രസല്ലേ? നായന് തിന്നാൻ പറ്റുമോ? നായന് തിന്നാൻ പാടില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. നായൻ്റെ ഇറച്ചി ഹലാലല്ല, തിന്നാൻ പാടില്ല. പിന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അതീവ ദുർബലമായ അഭിപ്രായം ഉണ്ട്, തല ഒഴിവാക്കിയ തിന്നാന്ന്. അത്ര പ്രബലമായ അഭിപ്രായമൊന്നുമല്ല. അവിടെ എന്തായിരുന്നാലും നായനെ തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉപയോഗവും പറ്റൂല. പെറ്റി ഡോഗ്സ് ആയിക്കൊണ്ട് ആരെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അങ്ങനെ ഒരു വളർത്താൻ പറ്റിയൊരു സാധനമല്ല അത്. കൗതുകത്തിന് വളർത്തലാണല്ലോ ഈ പെറ്റി അനിമൽസ് എന്ന് പറയുന്നത്. പൂച്ചനെ വളർത്തുന്നത് പോലെ പ്രാവ്, കോഴി, മയിൽ എന്നൊക്കെ ആ ടൈപ്പിൽ പെട്ടതല്ല നായ. നായ അത് നമുക്ക് വളർത്താൻ പറ്റിയ ജീവിയല്ല. പിന്നെ എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ നായയുടെ വിഷയത്തിൽ നമുക്ക് ഇളവുണ്ട്. അത് മനിത്തഖദ കൽബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നായയെ സ്വീകരിച്ചാൽ, വളർത്തിയാൽ, ഇല്ലാ കൽബ സൈദിൻ, വേട്ടക്കുള്ള നായയല്ല, അപ്പം അതിന് ഒഴിവായി, വേട്ടനായ ഒഴിവാണ്. ഔ സറഇൻ, അല്ലെങ്കിൽ കൃഷിക്ക് കാവലിന് വേണ്ടി നിർത്തുന്ന നായ ഒഴികെ. ഔ മാഷിയത്തിൻ, അല്ലെങ്കിൽ കാലികളുടെ സംരക്ഷണാർത്ഥം വളർത്തുന്ന നായ ഒഴികെ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നായനെ വളർത്തൽ അനുവദിച്ചിട്ടുണ്ട്. അതിലപ്പുറമുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും നായയെ വളർത്തിയാൽ ഡെയിലി അവൻ്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് ഓരോ ഖീറാത്ത് നഷ്ടപ്പെടും. ചില റിപ്പോർട്ടിൽ
കുല്ല യൗമിൻ മിൻ അമലിഹി ഖിറാത്താനി, 2 ഖിറാത്ത് ഓരോ ദിവസവും അവൻ്റെ അമല് പൊളിഞ്ഞു പോകുന്നു. അത്രയും നമ്മുടെ അമലുകൾ പൊളിക്കുന്ന ഒരു സംഗതിയാണ് നായനെ വളർത്തൽ. അപ്പം ഈ പെറ്റി അനിമൽസ് ആയിട്ട് കൂട്ടത്തിൽ ഇങ്ങനെ നായനെ കൊണ്ട്, ഇന്നിപ്പോൾ ഒരു സംസ്കാരം അതാണല്ലോ. പണ്ട് സായിപ്പിനായിരുന്നു അതുണ്ടായിരുന്നു, ഇന്നിപ്പോൾ മലയാളി സായിപ്പാകുന്നുണ്ട്. നായ്ക്കളെ വളർത്തുക, അതിനെ കാറിലും ഉണ്ടാവും, ഇങ്ങനെ ഉത്തിരിക്കുണ്ടാവും, സീറ്റിലിരിക്കുന്നുണ്ടാവും, മുന്നിലിരിക്കുന്നുണ്ടാവും, ഒപ്പം പാല് കൊടുക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ. ബിസ്ക്കറ്റ് പോകാൻ കടിച്ച് പകുതി അതിന് കൊടുത്ത്, അത് കടിച്ച് ഇങ്ങോട്ട് തന്ന്, ഇങ്ങനെയൊക്കെ ഒരു സംസ്കാരം ഇപ്പം ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. തനിച്ച പിന്നെ ഹറാമായ പരിപാടിയാണ്. ഈ വക നല്ല ഉദ്ദേശത്തിന് വേണ്ടിയൊക്കെ ഡോഗ്സിനെ ഉപയോഗിക്കാം, അതിപ്പോഴും ഉണ്ട്. പോലീസ് നായല്ലേ, നല്ല ഹൈ പവർ നല്ല ഗ്രേഡുള്ള നായ്ക്കളുണ്ട്. ഇസ്ലാം പറഞ്ഞതാണ് പറ്റും. വേട്ടക്ക് ഉപയോഗിക്കണ നായുണ്ട്, പറ്റും. വേട്ടനായനെ ബിസ്മി ചൊല്ലിയാണ് വിട്ടാൽ മതി. ആ നായ കടിച്ചിന് കൊടുന്ന്, അതാണ് മരിച്ചു പോയിട്ടുണ്ട്, ആ ജീവി ചത്തുപോയിട്ടുണ്ടെങ്കിലും അറക്കാതെ തന്നെ നമുക്ക് അതിനെ തിന്നാം. അത് ഡോഗ് വേറെയാ, അത് ഇൽമുള്ള നായയാണ്. ഇൽമിൻ്റെ പ്രത്യേകതയും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. നായ്ക്ക് ഇൽമ കിട്ടിയാൽ ആ നായ്ക്കും ഉണ്ട് ആദരവ് എന്നാണ്. ഇൽമുള്ള ആൾക്കുള്ള ആദരവാണ്. അല്ലാത്ത നിലക്കുള്ള ഈ കൗതുക വസ്തുവായിട്ടുണ്ടല്ലോ അങ്ങനെ കൊണ്ടു നടക്കണം, പാടില്ലാതെ. അതേ അവസരത്തിൽ വീട്ടു കാവല്, പിന്നെ കൃഷിക്ക് കാവല്, മറ്റു മൃഗങ്ങൾക്ക് കാവല്, വസ്തു കാവല് ഒക്കെ ആണെങ്കിൽ ആവാം. അതിലപ്പുറമുള്ളത് പാടില്ല. അതാണ് നായയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം. അതിലപ്പുറമുള്ളതിനെ അത് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലത്തെ അത് ഖിറാത്ത് കണക്കിന് അത് നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും പിന്നീട് പറഞ്ഞതെന്താണ്? അവരിലേക്കെങ്ങാനും നീ ഒന്ന് എത്തി നോക്കിയാൽ പേടിച്ചോടും. ആ രൂപത്തിലാണ് ആ ഗുഹയുടെ കിടപ്പും അന്തരീക്ഷവും, അവിടുത്തെ ഒരു ലെവലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതൊക്കെ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേക പ്രൊട്ടക്ഷനാണ്. തുടർന്നുകൊണ്ട് അവരുടെ മറ്റു കാര്യങ്ങളിലേക്കാണ് തുടർന്ന് ആയത്തുകൾ വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെ അറിയാനും അറിഞ്ഞ നേരെ അനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു വരുമാറാകട്ടെ.